മൾബറി ബുട്ടിക്കിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കാണുന്നത് കുറച്ച് റണ്ണിങ് മെറ്റീരിയൽസിന്റെ കളക്ഷൻസ് ആണ് കേട്ടോ. ജോർജറ്റിൽ വന്നിട്ടുള്ളതാണ്. നമുക്ക് സാരിയൊക്കെ മേക്ക് ചെയ്യാം, അതുപോലെ കുർത്തി ചെയ്യാം. പിന്നെ ഇപ്പോൾ ഓണം ഒക്കെ വരുമല്ലേ, ഓണത്തിന് സ്കേർട്ടൊക്കെ ചെയ്യാൻ പറ്റുന്ന ഒരു കളറിൽ വന്നിട്ടുണ്ട്. നല്ല ഭംഗിയുള്ള നല്ല ഒരു കുറച്ച് കളറുകളാണ് വന്നേക്കുന്നത്. ചെറിയ ചെറിയ സീക്വൻസ് വർക്കും ത്രെഡ് വർക്കും വന്നിട്ടുള്ള ജോർജറ്റ് ഫാബ്രിക് ആണ്. അപ്പോൾ നമുക്ക് കാണാം. അതിന് മുൻപായിട്ട് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്. അത് കേൾക്കാൻ താല്പര്യമില്ലാത്തവർ വീഡിയോ സ്കിപ്പ് ചെയ്തിട്ട് മെറ്റീരിയൽസ് മാത്രം വരുന്ന ആ പോർഷൻ കണ്ടാൽ മതി. അങ്ങനെ ചില കാര്യങ്ങൾ പറയേണ്ടി വരും. അപ്പോൾ അത് നിങ്ങൾക്ക് ബുദ്ധിമുട്ടാണെങ്കിൽ അങ്ങനെയുള്ളവർ സ്കിപ്പ് ചെയ്തിട്ട് മെറ്റീരിയൽസ് മാത്രം കാണുക. അപ്പോൾ ഒത്തിരി പേര് പുതിയതായിട്ട് വീഡിയോ കണ്ടു തുടങ്ങുന്നുണ്ട്. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടൊക്കെ ഇടയ്ക്കിടയ്ക്ക് കുറച്ച് ഇൻട്രോ ഒക്കെ പറയേണ്ടി വരും. അപ്പോൾ എൻ്റെ ഷോപ്പ് ഉള്ളത് എറണാകുളം ഡിസ്ട്രിക്റ്റിലാണ് കേട്ടോ. പെരുമ്പാവൂരിൽ നിന്ന് കോതമംഗലം പോണ റൂട്ടിലാണ്. ഒത്തിരി പേര് ഷോപ്പ് ലൊക്കേഷൻ ചോദിക്കുന്നുണ്ട്. അപ്പം പെരുമ്പാവൂർ കോതമംഗലം റൂട്ടിൽ ചെറുകുന്ന് എന്ന് പറഞ്ഞ സ്ഥലത്താണ്, വീട്ടിൽ തന്നെയാണ് ഈ ഷോപ്പ് ഉള്ളത്. അതുപോലെ എൻ്റെ ഫോൺ നമ്പർ കിട്ടാൻ വേണ്ടിയിട്ടും കുറേ കഷ്ടപ്പെടുന്നുണ്ടെന്ന് പറയുന്നുണ്ട്. ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. ഒന്നുകൂടി പറയാം, 8075301579 അതാണ് വാട്സപ്പ് നമ്പർ. 8075301579. അപ്പോൾ എല്ലാവരും സേവ് ചെയ്ത് വെച്ചോളൂ. കണ്ടിട്ട് പേര് നിങ്ങൾക്ക് അറിയാമല്ലോ, മൾബറി ബുട്ടിക് എന്നാണ് പേര്. പിന്നെ ഒരു കാര്യം പറയാനുള്ളത്, കഴിഞ്ഞ കുറേ ദിവസങ്ങളായിട്ട് എൻ്റെ മുഖം കണ്ടിട്ട് പലരും പറയുന്നുണ്ട് എന്തോ വയ്യായിക പോലെ ഫീൽ ചെയ്യുന്നുണ്ടെന്ന് പറയുന്നുണ്ട്. എൻ്റെ മുഖത്തിൻ്റെ ഈ ഭാഗത്തൊക്കെ ഭയങ്കര ഒരു വീക്കവും കാര്യങ്ങളൊക്കെ ഉണ്ട്. നിങ്ങൾക്ക് വീഡിയോ കാണുമ്പോൾ അറിയാമല്ലോ. പ്രത്യേകിച്ചും കണ്ണിൻ്റെ ഈ ഒരു പോർഷനിലൊക്കെ ഭയങ്കരമായിട്ട് നീർക്കെട്ട് പോലെയൊക്കെ തോന്നുന്നുണ്ട്. എനിക്ക് സൈനസിൻ്റെ കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. ഇപ്പം ഈ പൊടിയൊക്കെ അടിച്ചിട്ടെന്ന് തോന്നുന്നു. ഇപ്പോൾ കുറച്ച് നാളായിട്ട് അങ്ങനെ ചെറിയ ചെറിയ അലർജറ്റിക് ആയിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ വരുന്നുണ്ട്. നല്ല തലവേദനയും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ഞാൻ കഴിഞ്ഞ ആഴ്ച ഒന്ന് ബാംഗ്ലൂർ പോയി. അത് കഴിഞ്ഞ് വന്നപ്പോഴത്തേക്ക് കുറച്ചുകൂടെ ഒന്ന് കൂടി. ഇപ്പം കുറഞ്ഞ് വരുന്നുണ്ട്. വേറെ കുഴപ്പമൊന്നുമില്ല. ഈ ഭാഗത്തൊക്കെ നല്ല പെയിനും നീർക്കെട്ടൊക്കെയാണ്. അപ്പോൾ അതാണ് മുഖത്തിനൊക്കെ ഒരു വല്ലാത്ത ഒരു നീര് വെച്ച പോലെ തോന്നുന്നത്. അപ്പോൾ കുറേ പേരിനോട് ചോദിച്ചു എന്താണ് വയ്യായിക എന്നൊക്കെ ചോദിച്ചു. അപ്പോൾ അതാണ്, വേറെ ഒന്നും അല്ല കേട്ടോ. പിന്നെ ഒരു കാര്യം, ഒത്തിരി പേര് വീഡിയോ കണ്ടിട്ട് ദൂരത്തു നിന്നൊക്കെ വരുന്നുണ്ട്, നേരിട്ട് വന്ന് പർച്ചേസ് ചെയ്യാൻ വേണ്ടി വരുന്നുണ്ട്. സന്തോഷമുള്ള കാര്യമാണ് കേട്ടോ. അതെനിക്ക് വളരെ സന്തോഷമാണ് അതിൽ. പക്ഷെ നിങ്ങൾ വരുന്നതിന് മുൻപ് നിങ്ങൾ ഏതെങ്കിലും ഒരു എക്സാക്റ്റ് പ്രോഡക്റ്റ് കണ്ടിഷ്ടപ്പെട്ട് അത് തന്നെ മനസ്സിലിട്ടുകൊണ്ടാണ് വരുന്നതെങ്കിൽ അത് ഉണ്ടോ എന്നുള്ളത് വരുന്നതിന് മുൻപ് ഒന്ന് ചെക്ക് ചെയ്തിട്ട് വരുവായിരിക്കും നല്ലത്. കാരണം വരുമ്പോൾ എല്ലാവരും ഫോണിൽ സ്ക്രീൻഷോട്ടൊക്കെ എടുത്ത് മാറ്റി വെച്ചിട്ടാണ് വരുന്നത്. വരുമ്പോൾ തന്നെ ഒരു 5-10 മിനിറ്റ് തന്നെ ഇങ്ങനെ ഫോണിൽ കാണിച്ചു തരും. ഇതുണ്ടോ ചോദിച്ചിട്ട് കാണിച്ചു തരുമ്പോൾ അതൊന്നും ചിലപ്പോൾ ഇവിടെ ഉണ്ടാവാറില്ല. അപ്പോൾ എനിക്കതില്ല എന്ന് പറയുമ്പോൾ എനിക്കൊരു വിഷമം, വരുന്ന നിങ്ങൾക്കും വിഷമം. അപ്പോൾ അത് ഒഴിവാക്കാനാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ പല സാഹചര്യങ്ങളും ഉണ്ടായിട്ടുണ്ട്. പക്ഷെ അപ്പോൾ തന്നെ ആ മൊമെന്റിൽ അവരങ്ങ് വല്ലാണ്ട് ഡിസപ്പോയിന്റഡ് ആവും. കാരണം ഇത്രയും ദൂരത്ത് നിന്ന് വന്നിട്ട് ഞങ്ങൾ ഉദ്ദേശിച്ചില്ലല്ലോ എന്ന് വിചാരിച്ചിട്ട് അങ്ങ് ഒരു നിരാശ വരും. അപ്പോൾ എനിക്കായാലും ഞാനൊരു ആഗ്രഹിച്ച സാധനം കിട്ടിയില്ലെങ്കിൽ നമുക്ക് ആർക്കായാലും ഉണ്ടാവുന്ന ഒരു ഫീലിംഗ് ആണല്ലോ അത്. പക്ഷെ അത് ഇല്ല എന്ന് പറഞ്ഞതിന് ശേഷം മാത്രമായിരിക്കും ഇവിടെ ഇരിക്കുന്ന മറ്റുള്ളതിലേക്ക് അവരുടെ കണ്ണ് പോകുന്നത്. പക്ഷെ പോകുമ്പോൾ എങ്ങനെയൊക്കെ വന്നാലും എല്ലാവരും ഹാപ്പി ആയിട്ട് തന്നെയാണ് പോവാറ്. പക്ഷെ വരുമ്പോൾ തന്നെ ഇങ്ങനെ കുറേയൊക്കെ നോക്കി വെച്ചിട്ട് വരുമ്പോൾ അത് കിട്ടിയില്ലെങ്കിൽ ഒരു സങ്കടത്തിന് ഇട വരാറുണ്ട്. പക്ഷെ പിന്നെ അവർ ഉദ്ദേശിച്ചേക്കാൾ നല്ലത് കിട്ടിയെന്ന് പറഞ്ഞിട്ട് ഹാപ്പി ആയിട്ട് തന്നെയാണ് പോവാറ്. കാരണം ഇവിടെ ഫാബ്രിക് ഉണ്ടല്ലോ, അപ്പം നമുക്ക് ചെയ്തെടുക്കാം. അല്ലെങ്കിൽ ചെയ്ത് വെച്ചേക്കുന്നതൊക്കെ വീഡിയോ കാണിക്കാത്തതൊക്കെ കാണുമല്ലോ. അപ്പോൾ അതൊക്കെ ഇഷ്ടപ്പെട്ടതുണ്ടെങ്കിൽ ചിലപ്പോൾ കിട്ടാറുമുണ്ട്. ആരും നിരാശരായിട്ട് പോയിട്ടില്ല കേട്ടോ ഇതേവരെ. പക്ഷെ വരുന്ന ആ മൊമെന്റിൽ ഈ ഉദ്ദേശിച്ച് വന്നത് കിട്ടാതെ പോകുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. അപ്പം നിങ്ങൾ ഒരു കാര്യം ശ്രദ്ധിക്കുക, നമ്മൾ വീഡിയോ കാണിക്കുമ്പോൾ എല്ലാ സൈസും ഉണ്ടെന്നൊക്കെ പറയുന്നുണ്ട്. അതിങ്ങനെ എപ്പോഴും ഇങ്ങനെ ഫുൾ സൈസോടെ ചെയ്ത് വെച്ചേക്കുക നിങ്ങൾ വിചാരിക്കരുത്. കാരണം നമ്മൾ വീഡിയോ വരുമ്പോൾ തന്നെ ആ പ്രൊഡക്റ്റ് 1-2 ദിവസത്തിനുള്ളിൽ അല്ലെങ്കിൽ 1-2 മണിക്കൂറിനുള്ളിലോ അതെല്ലാം അങ്ങ് പോകും. കാരണം അങ്ങനെ പോകണമെന്ന് ആഗ്രഹിച്ചിട്ടാണല്ലോ നമ്മളിത് ചെയ്യുന്നത്. അല്ലാതെ എല്ലാം ഇവിടെ ഇരിക്കാൻ വേണ്ടിയിട്ടല്ലോ നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ അത്യാവശ്യം ദൈവം സഹായിച്ചാൽ അതങ്ങനെ പോകുന്നുണ്ട്. അപ്പം നമുക്ക് ബിസിനസ് ഉണ്ടെന്നുള്ളതിൻ്റെ തെളിവാണല്ലോ അങ്ങനെ ആ സ്റ്റോക്കുകളൊന്നും ഇവിടെ ഇല്ലാതിരിക്കുന്നത്. അതാണ് ഞങ്ങളെ സംബന്ധിച്ച്, എന്നെ സംബന്ധിച്ച് ആവശ്യവും. അപ്പം നിങ്ങളത് നിരാശ വിചാരിക്കരുത്. നിങ്ങൾക്ക് ചിലപ്പോൾ അതിലും നല്ലത് ഇവിടെ ഇരിക്കുന്ന ഫാബ്രിക് വെച്ച് നമുക്ക് ചെയ്തു തരാൻ പറ്റും. അങ്ങനെ ചെയ്ത് കൊടുക്കാറുമുണ്ട്. അങ്ങനെ കിട്ടും. അപ്പോൾ അവർക്ക് കുഴപ്പമില്ല. പക്ഷെ വരുമ്പോൾ തന്നെ ഇനി അത് ഒഴിവാക്കാനായിട്ടാണ് ഞാൻ പറഞ്ഞത്. നിങ്ങൾ അതിൽ വരുന്നുണ്ടെങ്കിൽ അങ്ങനെ ഏതെങ്കിലും പ്രൊഡക്റ്റ് നോക്കി അത് നോക്കിയാൽ വരുന്നെങ്കിൽ അത് ഉണ്ടോ എന്നൊന്ന് ചെക്ക് ചെയ്യണം. എന്നിട്ട് നിങ്ങൾ വരിക. ഇല്ലെങ്കിൽ വന്നാൽ നിങ്ങൾക്ക് അതിലും നല്ലത് എപ്പോഴും കിട്ടും. എൻ്റെ മുൻകാല അനുഭവം വെച്ചിട്ട് ആരും ഒന്നും എടുക്കാതെ പോയിട്ടില്ല. എല്ലാവരും ഹാപ്പി ആയിട്ട് തന്നെ പോയിട്ടുള്ളൂ. പക്ഷെ ഇതൊന്നും ഞാൻ പറഞ്ഞെന്ന് മാത്രം. പിന്നെ വേറൊരു കാര്യം, ഇന്ന് എനിക്ക് വലിയ സന്തോഷമുള്ളൊരു കാര്യം ഉണ്ടായി. എന്നെ ഇന്നൊരാൾ ദുബായിൽ നിന്ന് വാട്സപ്പിൽ കോണ്ടാക്ട് ചെയ്തു. അപ്പോൾ ആള് എൻ്റെ ഷോപ്പിൽ വന്ന് പർച്ചേസ് ചെയ്ത ഒരാളാണ്. ഞാൻ ഷോപ്പ് തുടങ്ങിയത് 2016 ശരിക്കും പറഞ്ഞാൽ 2016 ഓഗസ്റ്റ് 17 ആണോ 16 ആണോ നോക്കുന്നില്ല കേട്ടോ. ആ ഒരു ഡേറ്റ് ആണ്. അന്ന് ചിങ്ങ 1 കൂടി ആയിരുന്നു.
അന്നാണ് എൻ്റെ ഷോപ്പായിട്ട് ഞാൻ ഓപ്പൺ ചെയ്തത്. അതിനു മുൻപ് വീട്ടിൽ തന്നെയാണ് ചെറിയ ഇതിൽ തുടങ്ങിയത്. അതിനുശേഷമാണ് ഷോപ്പൊക്കെ തുടങ്ങി. പിന്നെ കുറേ നാൾ കഴിഞ്ഞ് കൊറോണയൊക്കെ വന്നപ്പോൾ പിന്നെ വൈൻഡപ്പ് ചെയ്തിട്ടാണ് പിന്നെ വീണ്ടും ഞാൻ വീട്ടിൽ തന്നെ അങ്ങനെ റീസ്റ്റാർട്ട് ചെയ്തത്, ഓൺലൈനൊക്കെ ആയിട്ട് ചെയ്തത്. അപ്പോൾ ഫസ്റ്റ് ഷോപ്പ് തുടങ്ങിയത് 2016 വീഡിയോ കാണും ഒന്നും ഉണ്ടായിട്ടില്ല. പക്ഷെ അന്ന് വന്നപ്പോൾ എവിടെയാ വീടോ അങ്ങനെയൊന്നും ഞങ്ങൾ പരിചയപ്പെട്ടൊന്നുമില്ല. എനിക്ക് പക്ഷെ ആളെ ഓർമ്മ കിട്ടിയില്ല കേട്ടോ. എനിക്ക് ഫോട്ടോ ഒക്കെ അയച്ചു തന്നിട്ട് എനിക്ക് ആളെ അങ്ങോട്ട് ഓർമ്മ കിട്ടുന്നില്ലായിരുന്നു. ഇത്രയും വർഷമായില്ലേ. പക്ഷെ എന്നെ സന്തോഷിപ്പിച്ചൊരു കാര്യം, അന്ന് ഷോപ്പിൽ വന്നപ്പോൾ ഞാൻ ഇട്ടുന്ന ഡ്രസ്സ് വരെ ഇന്നതാണെന്ന് ആള് പറഞ്ഞു. പക്ഷെ ആ ഡ്രസ്സ് ഏതാണെന്ന് ഞാൻ മറന്നുപോയിട്ടോ. പക്ഷെ കറക്റ്റ് പറഞ്ഞു ഇന്നൊരു ഡ്രസ്സായിരുന്നു അജി ഇട്ടിരുന്നത്. അതെനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ഡ്രസ്സായിരുന്നു. അതുപോലെ ഇപ്പം ഞാൻ കുറേ വണ്ണം വെച്ച് പോയി. അപ്പം അതുകൊണ്ട് ആൾക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ ബുദ്ധിമുട്ട് വന്നു. പക്ഷെ പിന്നെ സംസാരമൊക്കെ കേട്ട് വന്നപ്പോൾ ഈ ആൾ തന്നെയാണെന്ന് മനസ്സിലായി. ആളും വണ്ണം വെച്ചു. ഇപ്പം 5-8 വർഷമായല്ലോ. അപ്പം നമ്മളിൽ കുറേ മാറ്റങ്ങളൊക്കെ വരുമല്ലോ. പക്ഷെ ഷോപ്പിൻ്റെ ലൊക്കേഷനൊക്കെ ചോദിച്ചു വന്നപ്പോൾ എൻ്റെ അടുത്ത് തന്നെയാണ് വന്നതെന്നൊക്കെ അങ്ങനെ കൺഫേം ആയി. അങ്ങനെ ഞങ്ങൾ സംസാരിച്ചൊക്കെ വെച്ചു. അത് കഴിഞ്ഞതിന് ശേഷം കുറച്ച് കഴിയുമ്പോൾ വീണ്ടും വാട്സപ്പിൽ വന്നിട്ട് പറഞ്ഞു, അന്ന് വന്നപ്പോൾ എൻ്റെ അടുത്ത് ഒരു കുർത്തി വാങ്ങിയിരുന്നു. അത് പുള്ളിക്കാരിയുടെ മോള് പറഞ്ഞപ്പോഴാണ് പുള്ളിക്കാരി ഓർത്തത്. അപ്പോൾ മോള് പറഞ്ഞു അത്ര അന്ന് നമ്മൾ പോയപ്പോൾ അവിടെ നിന്ന് ഒരു കുർത്തി വാങ്ങിയിരുന്നു. ഏറ്റവും സന്തോഷിപ്പിച്ച കാര്യം എന്താണെന്നോ, ആ മോളുടെ കല്യാണം കഴിഞ്ഞപ്പോൾ മോൾക്ക് കുഞ്ഞൊക്കെ ആയി. പക്ഷെ ഇപ്പോഴും ആ കുർത്തി ആ മോള് സൂക്ഷിച്ച് വെച്ചിട്ടുണ്ട്. അവൾക്ക് ഇടാൻ സൈസ് കറക്റ്റ് അല്ല, ഇപ്പോൾ ഇത്ര വർഷമായില്ലേ. പക്ഷെ നമ്മൾ പലരും ചില സാധനങ്ങൾ നമുക്ക് ഇഷ്ടമുള്ളതൊക്കെ ഇങ്ങനെ കളയാതെ സൂക്ഷിച്ച് വെക്കില്ലേ, അലമാരിയൊക്കെ അടുക്കി പെറുക്കുമ്പോഴും അത് നമുക്ക് ഉപയോഗിക്കാൻ പറ്റില്ലെന്ന് അറിഞ്ഞാൽ കൂടെ നമ്മളത് എടുത്ത് കളയാതെ മാറ്റി വെക്കൂലേ. ഞാനും അങ്ങനെ ചില കാര്യങ്ങളൊക്കെ സൂക്ഷിച്ച് വെക്കാറുണ്ട്. അപ്പൊ അങ്ങനെ ആ മോള് സൂക്ഷിച്ച് വെച്ചേക്കുന്നതാണ് ഈ കുർത്തി എന്ന് പറഞ്ഞിട്ട് എനിക്കൊരു ഫോട്ടോ അയച്ചു തന്നു. 8 വർഷം മുമ്പ് എൻ്റെ അടുത്ത് വാങ്ങിയൊരു കുർത്തി ഇന്ന് നല്ല ഭംഗിയായിട്ടിരിക്കണം. എനിക്കത് കണ്ടപ്പോൾ ഭയങ്കര സന്തോഷമായി. 5-8 വർഷം മുമ്പ് ഞാൻ വിറ്റൊരു പ്രൊഡക്റ്റ് ഇന്നും വളരെ എന്താ പറഞ്ഞേ, നല്ല പെർഫെക്റ്റ് ആയിട്ട് ഒരാളുടെ കയ്യിൽ അതിങ്ങനെ ഇരിക്കുന്നത് കണ്ടപ്പോൾ അവർ അത്രയും കളയാതെ സൂക്ഷിച്ച് വെച്ചേക്കുന്നു പറഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായി. അപ്പോൾ അത് ഞാൻ നിങ്ങളോടൊന്ന് ഷെയർ ചെയ്തെന്ന് മാത്രം. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ വിശേഷങ്ങൾ. അപ്പോൾ ആദ്യമായിട്ട് വീഡിയോ കാണുന്നവരാണെങ്കിൽ നമുക്കിത് ഓഫ്ലൈനും ഓൺലൈനും ആയിട്ട് പർച്ചേസ് ചെയ്യാം. നിങ്ങൾ ലോകത്തിൻ്റെ എവിടെ ഇരുന്ന് വീഡിയോ കാണുന്നവരാണെങ്കിലും നമ്മളുടെ പ്രൊഡക്റ്റ് നിങ്ങളുടെ കയ്യിലെത്തും. ഡോർ ഡെലിവറി നിങ്ങൾക്ക് കിട്ടും. അപ്പോൾ നിങ്ങൾ വാട്സപ്പിൽ വന്നിട്ട് കാര്യങ്ങളൊക്കെ പറഞ്ഞാൽ നമുക്ക് ഇനിയിപ്പോൾ ഞാൻ ഈ വീഡിയോ കാണിക്കുന്ന സെയിം പാറ്റേൺ ഒന്നുമല്ല, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട പാറ്റേണുകൾ ഉണ്ടെങ്കിൽ പറഞ്ഞു തന്നാൽ നമ്മൾ അതേപോലെ ചെയ്ത് നിങ്ങൾക്ക് അയച്ചു തരുന്നതാണ്. അപ്പോൾ നമ്മൾക്ക് സമയം കളയാതെ ഇന്നത്തെ കളക്ഷൻസ് കാണാം. ഇതാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ ആദ്യത്തെ മെറ്റീരിയൽ വന്നേക്കുന്നത്. ഇതൊരു ജോർജറ്റിൽ വന്നിട്ടുള്ള മെറ്റീരിയലാണ്. നല്ലൊരു ക്രീം കളറിലാണ് വന്നേക്കുന്നത്. ഇതിൽ ഫുൾ ഇങ്ങനെ ചെറിയ ചെറിയ ത്രെഡ് വർക്കും അതുപോലെ സീക്വൻസ് വർക്കും ആട്ടോ വന്നേക്കുന്നത്. അതുപോലെ 2 എൻഡിലും ഇങ്ങനെ സ്കാലപ്പ് ചെയ്ത് വന്നേക്കുന്ന ഒരു പാറ്റേൺ ആണ് കേട്ടോ. ഇതാണ് ഫാബ്രിക്കിൻ്റെ ഒരു ക്ലോസർ വ്യൂ വന്നേക്കുന്നത്. ഇതാ ഇതിൽ ത്രെഡ് വർക്കും സീക്വൻസ് വർക്കും ഇതാണ്. ഇത് ഫുൾ ഇങ്ങനെ വന്നിട്ടുണ്ട്. ഈ ഫാബ്രിക്കിൻ്റെ വിഡ്ത്ത് വന്നേക്കുന്നത് 47-48 ഇഞ്ചസ് ആണ്. നമുക്കിത് സാരി ആയിട്ടും ഒക്കെ ചെയ്യാം കേട്ടോ. കാരണം നല്ല ഒഴുകി കിടക്കുന്ന ഒരു ഫാബ്രിക്കാണത്. ഇങ്ങനെ സാരിക്കൊക്കെ പറ്റിയൊരു ഫാബ്രിക്കാണ്. അതുപോലെ ദുപ്പട്ട ചെയ്യാം, ടോപ്പും ചെയ്യാം, കുർത്തി ചെയ്യാം, സ്കേർട്ട് ചെയ്യാം. ഇപ്പോൾ ഓണം കളക്ഷനൊക്കെ ആയിട്ട് നമുക്ക് സ്കേർട്ടൊക്കെ ചെയ്യാവുന്ന ഒരു ഫാബ്രിക്കാണിത്. കണ്ടോ, നല്ല ഭംഗിയായിട്ടുള്ളൊരു ഓഫ് വൈറ്റ് ഷെയ്ഡിൽ വന്നിട്ടുള്ളതാണ്. ഇതാണ് ഫസ്റ്റ് ഫാബ്രിക് വന്നേക്കുന്നത്. 47-48 ഇഞ്ചസോളം വിഡ്ത്ത് ഉണ്ട്. ഇതിൻ്റെ പ്രൈസ് വന്നേക്കുന്നത് 335 ആണ് പെർ മീറ്റർ. അപ്പോൾ നമുക്കിതിൻ്റെ സെയിം ഇതേപോലെ സീക്വൻസ് വർക്കും ത്രെഡ് വർക്കും വന്നിട്ടുള്ള കുറച്ച് കളറും കൂടെ ഉണ്ട്. അതും കൂടെ ഒന്ന് കാണാം. ദുപ്പട്ടയായിട്ടൊക്കെ ഇടുമ്പോൾ അതാ ഇങ്ങനെ വരും കേട്ടോ. നല്ല ഭംഗിയുള്ള സോഫ്റ്റ് ആയിട്ടുള്ള ഫാബ്രിക്കാണ്. ഇതാണ് അടുത്ത മെറ്റീരിയൽ. നല്ലൊരു യെല്ലോ ഷെയ്ഡിലായിട്ട് തന്നേക്കുന്നത്. കണ്ടോ, ഇതിൻ്റെ ബോർഡേഴ്സ് ഇത് ഇങ്ങനെ വരും. 1 ലെയർ ആയിട്ട് വരുമ്പോൾ അത് ഇങ്ങനെയാട്ടോ വരുന്നത്. നല്ലൊരു കളറാണ് കേട്ടോ. 335 പെർ മീറ്റർ. ഹൽദി ഫംഗ്ഷനൊക്കെ വേണമെങ്കിൽ ഗ്രൂപ്പായിട്ട് സാരിയോ അല്ലെങ്കിൽ കുർത്തിയൊക്കെ മേക്ക് ചെയ്യാൻ നല്ല ഒരു കളറാണ് കേട്ടോ ഇത്. ഇതാണ് ക്ലോസർ വ്യൂ വന്നേക്കുന്നത്. 2 സൈഡിൽ ഇതേപോലെ സ്കാലപ്പ് വന്നിട്ടുള്ള ഫാബ്രിക്കാണ്. ഇപ്പോൾ ഓണം വരുമല്ലേ, ഇതൊക്കെ വെച്ച് സ്കേർട്ട് ചെയ്യാനും നല്ലതായിരിക്കും കേട്ടോ. കുട്ടികൾക്ക് സ്കേർട്ടും ബ്ലൗസൊക്കെ ചെയ്യാൻ നല്ല ഭംഗിയായിരിക്കും. ഒന്നുകൂടി കാണിച്ചു തരാം.
ഇങ്ങനെ വരും. അപ്പോൾ ഇത് കുർത്തിയൊക്കെ ആയിട്ട് സ്റ്റിച്ച് ചെയ്തിട്ട് ഇത് തന്നെ ദുപ്പട്ടയ്ക്കും കൂടെ കട്ട് ചെയ്തെടുത്താലും വളരെ നല്ലതായിരിക്കും കേട്ടോ. കാരണം ഒരു കനം കുറഞ്ഞ ഫാബ്രിക് ആയതുകൊണ്ട് ദുപ്പട്ടയായിട്ട് ഇത് ഉപയോഗിക്കാം. ഇതാണ് അടുത്ത മെറ്റീരിയൽ. നല്ലൊരു പൗഡർ ബ്ലൂ കളറില്ലേ, അതിൽ വന്നേക്കുന്നു. ഇതാണ് ക്ലോസർ വ്യൂ വന്നേക്കുന്നത്. വൺ ലെയർ ആയിട്ട് വരുമ്പോൾ ഇങ്ങനെ വരുവേ. നല്ല ക്രേപ്പ് ലൈനിങ് ഒക്കെ ഇട്ട് കുർത്തി ചെയ്യാം. അതുപോലെ നമുക്ക് ഇത് വെച്ച് സാരി മേക്ക് ചെയ്യാം, ദുപ്പട്ട ചെയ്യാം, സ്കേർട്ട് ചെയ്യാം. ഇതിൻ്റെയും പ്രൈസ് 335 പെർ മീറ്റർ. ഇതാണ് അടുത്ത മെറ്റീരിയൽ. നല്ല ഡാർക്കായിട്ട് വരുന്നൊരു എന്താ പറയണ, ഒരു ബീട്രൂട്ടിൻ്റെ ഒക്കെ ഡാർക്ക് കളറില്ലേ, അതാണ്. നല്ല ഭംഗിയുള്ള കളറാണ്. കണ്ടോ, ഇതാണ് ക്ലോസർ വ്യൂ. സാരിയൊക്കെ ആയിട്ട് ഇത് ഉപയോഗിക്കാം കേട്ടോ. നല്ല ഭംഗിയായിരിക്കും. നല്ലൊരു നൈറ്റ് ഫംഗ്ഷനൊക്കെ ഉടുത്തോണ്ട് പോകാൻ പറ്റും. നല്ലൊരു വെയ്റ്റ്ലെസ് ആയിട്ടുള്ള സാരി ആയിട്ട് വൺ ലെയറൊക്കെ ഇട്ട് കൊടുക്കാനും നല്ല ഭംഗിയായിരിക്കും കേട്ടോ. 335 പെർ മീറ്റർ. ഇതാണ് അടുത്തത്. ഇതൊരു ലാവൻഡറിന്റെ ഒക്കെ ഫാമിലിപ്പെട്ടൊരു കളറാണ്. കണ്ടോ, നല്ല ഭംഗിയുള്ള കളറാണ് കേട്ടോ. ഫുൾ സീക്വൻസ് വർക്ക് വന്നിട്ടുള്ളത് കൊണ്ട് നല്ലൊരു ഷൈനിങ് ഉള്ളൊരു ഫാബ്രിക് ആണ്. കുറച്ച് അധികം ഉണ്ട് കേട്ടോ. അപ്പൊ അത് കയ്യിലെടുക്കാൻ കുറച്ച് പാടാണ്, അതുകൊണ്ട് ഞാൻ ഇങ്ങനെ കാണിക്കുന്നത് കേട്ടോ. ഇതേപോലെ സ്കാലപ്പ് വന്നിട്ടുള്ളതാണ്. രണ്ട് സൈഡിൽ ഇതേപോലെ സ്കാലപ്പ് ഉണ്ട്. നമ്മൾ കണ്ട എല്ലാ ഫാബ്രിക്കിനും അങ്ങനെ ഉണ്ട് കേട്ടോ. ഇതും സാരി ചെയ്യാനും കുർത്തി ചെയ്യാനും അതുപോലെ നമുക്ക് ഹാഫ് സാരി ഒക്കെ ചെയ്യണമെങ്കിൽ ദുപ്പട്ട ചെയ്യണമെങ്കിലൊക്കെ നല്ലതാണ്. ഇത് നമുക്ക് കുർത്തിയൊക്കെ ചെയ്യുമ്പോൾ കയ്യിലൊക്കെ ലൈനിങ് ഇല്ലാതെയൊക്കെ ചെയ്താൽ നല്ല രസമായിരിക്കും കേട്ടോ. അതുപോലെ കുട്ടികൾക്ക് ഫ്രോക്ക് ചെയ്യാനൊക്കെ നല്ലതായിരിക്കും. ഇതിൻ്റെ ഏറ്റവും പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ വളരെ സോഫ്റ്റ് ആയതുകൊണ്ട്, കനം കുറവായതുകൊണ്ട് നമുക്ക് വണ്ണമൊന്നും ഒട്ടും തോന്നിക്കത്തില്ല. നല്ല ഫ്ലോയി ഫീൽ കിട്ടുന്ന ഒരു ഫാബ്രിക്കാണിത്. അപ്പോൾ ഇതിൻ്റെയും പ്രൈസ് വന്നേക്കുന്നത് 335 ആണ് പെർ മീറ്റർ. അപ്പോൾ നിങ്ങൾക്ക് ഇതിൽ ഏതാണ് ഇഷ്ടപ്പെട്ടത് അതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് എത്ര മീറ്റർ വേണം, അതുപോലെ സ്റ്റിച്ചിങ് വേണമെന്നുണ്ടെങ്കിൽ അതും കൂടെ പറഞ്ഞിട്ട് വാട്സപ്പ് ചെയ്ത് തരിക. ഞാൻ എല്ലാ വീഡിയോയിലും പറയുന്നുണ്ട്, നിങ്ങൾക്ക് ആകെ എന്തെങ്കിലും ബുദ്ധിമുട്ട് വരാൻ ചാൻസ് ഉണ്ടെങ്കിൽ അത് കളറിൻ്റെ കാര്യത്തിലാണ്. നമ്മൾ വീഡിയോ കാണിക്കുമ്പോൾ എക്സാക്റ്റ് കളർ ആയിരിക്കത്തില്ല. ലൈറ്റിൻ്റെ വെട്ടത്തിൽ കുറച്ച് ഡിഫറൻസ് കളറിൽ പ്രതീക്ഷിക്കണം. അത് ഓർത്തിട്ട് തന്നെ വേണം പർച്ചേസ് ചെയ്യാനായിട്ട്. അപ്പോൾ ഇന്നത്തെ കളക്ഷൻസ് ഇത്രയേ ഉള്ളൂ. അടുത്ത കളക്ഷൻസ് ആയിട്ടൊക്കെ വീണ്ടും കാണാം. ബൈ. ഇതാണ് ഞാൻ പറഞ്ഞ ആ കുർത്തി.